ഹരി ഓം. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 20-ാം അധ്യായത്തിലെ ആണ് നമ്മൾ വായിക്കുന്നത്. വിംശോധ്യായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ പഞ്ചമസ്കന്ധേ വിംശോധ്യായ. ശ്രീശുക ഉവാച. അധഃപരം പ്ലക്ഷാദീനാം പ്രമാണലക്ഷണ സംസ്ഥാനതോ വർഷവിഭാഗ ഉപവർണ്യതേ. ശ്രീ ശുക മുനി പ്രകാരം പറഞ്ഞു. ഈ പ്ലക്ഷാദികളായ ദ്വീപുകളുടെ അളവ്, ലക്ഷണം, അതിൻ്റെ ഏത് രീതിയിലാണത് സ്ഥിതി ചെയ്യുന്നത്, അതുപോലെ അത് ഏത് ഭാഗത്താണ്, ഏത് ഭൂഖണ്ഡത്തിലാണ് എന്നിവയൊക്കെ പറയാം. അത് കേട്ടുകൊള്ളുക എന്ന് പറയുക. ഭൂഗോള വർണ്ണനയിൽ അർത്ഥം പറയുന്നേ ഇല്ല ഞാൻ ഒട്ടും. പിന്നെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ആവശ്യപ്പെടുക. അർത്ഥം വേണം നിങ്ങൾക്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അർത്ഥം പറഞ്ഞിടുന്നുള്ളൂ. ഇനി ആർക്കെങ്കിലും അർത്ഥം വേണമെന്നുണ്ടെങ്കിൽ. അല്ലാതെ ഒരിടത്തും പഠിപ്പിക്കുന്ന നമുക്കതൊരു ആവശ്യമില്ലാത്ത, പിന്നെ ചില വാക്കുകളൊക്കെ കിട്ടാൻ ഇന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. 46 ശ്ലോകങ്ങളോളം ഉള്ള ഒരു അധ്യായമാണ്. ഭൂഗോള വർണ്ണനയിൽ ആണ് അതിൻ്റെ വെറുതെ സ്ഥലങ്ങളുടെ പേരിങ്ങനെ പറയുക. അതിനകത്തുള്ള ചെടികളുടെയൊക്കെ പേര് പറയുന്നുണ്ട്. ഓരോ സ്ഥലത്ത് കൂടുതലായിട്ട് വളരുന്ന ചെടികളെക്കുറിച്ചും വൃക്ഷങ്ങളെക്കുറിച്ചും ഒക്കെ ഒരു പ്രതിപാദ്യമാണ്. അത് നമുക്ക് ഒട്ടുമേ നമ്മളെ ബാധിക്കുന്നില്ല. ഭഗവത് കഥകളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതാണ്. അതുകൊണ്ട് ഇതങ്ങ് വായിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് വായിക്കാൻ വേണ്ടി മാത്രം പറയുന്നു. അതുപോലെ ഇട്ടാൽ മതി. പിന്നെ ഈ മുമ്പേ പറഞ്ഞതുപോലെയുള്ള സംശയം ഉണ്ടെങ്കിൽ 2 പുസ്തകങ്ങളിൽ 2ആയിട്ട് കാണുന്നു. അത് ചിലപ്പോൾ ഉണ്ടാകാമെന്ന് അതിന് ചോദിച്ചോളൂ. അതിൻ്റെ ആ ഒരു ശ്ലോകത്തിൻ്റെ നിങ്ങൾക്ക് സംശയമുള്ള അത് മാത്രം പറയാം. അതപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ മതി. അതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ ചോദിക്കണം, എങ്കിലേ ഞാനും അത് റെഫർ ചെയ്യത്തുള്ളല്ലോ. എനിക്ക് എൻ്റെ പുസ്തകങ്ങളിലും തെറ്റുണ്ടെങ്കിലും തിരുത്തുകയും ചെയ്യും. അതൊരു നല്ല കാര്യമാണ്, നല്ലൊരു കാര്യമാണ്. എനിക്കൊന്നും മെനക്കെടാകുമല്ലോ എന്ന് ഓർക്കരുത്. നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അതിനൊരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ഞാൻ അർത്ഥമേ പറയുന്നില്ല. കോമായിട്ട് മുഴുവൻ വൃത്തിയായിട്ട് വായിക്കാൻ മാത്രം പഠിക്കുക. ഞങ്ങളെ സ്വാമിജി പഠിപ്പിച്ചതും അങ്ങനെ തന്നെയാണ്. എല്ലായിടത്തും അതങ്ങനെ തന്നെ വായിക്കുക. കാരണം അതൊന്നും അറിഞ്ഞിട്ട് നമുക്ക് ഒത്തിരി നേടാനൊന്നുമില്ലെന്നും. ഹരിയോം. പിന്നെ വായിക്കുന്നത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം. ഹരിയോം. തുടങ്ങാം നമുക്ക്. ശ്രീ ശുക ഉവാച. അധഃ പരം പ്ലക്ഷാദീനാം പ്രമാണലക്ഷണ സംസ്ഥാനതോ വർഷവിഭാഗ ഉപവർണ്യതേ. 2. ജംബൂദ്വീപോയം യാവത് പ്രമാണവിസ്താര താവതാ ക്ഷാരോദധിന പരിവേഷ്ടിതോ യഥാ മേരുർ ജംബു ആഖ്യേന ലവണോദധിരാപി തതോ ദ്വിഗുണ വിശാലേന പ്ലക്ഷാഖ്യേന പരിക്ഷിപ്തോ യഥാ പരിഖാ ബാഹ്യോപവനേന. പ്ലക്ഷോ ജംബു പ്രമാണോ ദ്വീപാഖ്യാകരോ ഹിരൺമയ ഉദ്ധിതോ എത്ര അഗ്നിരുപാസ്തേ സപ്തജിഹ്വ സ വെട്ടിക്കളയുക തസ്യാധിപതി. സ വെട്ടിക്കളഞ്ഞേരെ, അല്ലെങ്കിൽ ഒന്നിച്ച് വായിക്കാൻ പ്രയാസം, അതുകൊണ്ടല്ല, അതവിടെ വേണ്ടാഞ്ഞിട്ടല്ലത്. സപ്തജിഹ്വ തസ്യാധിപതി പ്രിയവ്രതാത്മജ ഇത്മജിഹ്വ സ്വം ദ്വീപം സപ്തവർഷാണി വിഭജ്യ സപ്തവർഷനാമഭ്യ ആത്മജേഭ്യ ആകലയ്യ സ്വയം ആത്മയോഗേന ഉപരരാമ. അങ്ങനെ ആക്കുക. ഈ വായിച്ചതുപോലെ. ആകലയ്യ സ്വയം ആത്മയോഗേന ഉപരരാമ. 3. ശിവം യവസം സുഭദ്രം ശാന്തം ക്ഷേമം അമൃതം അഭയം ഇതി വർഷാണി തേഷു ഗിരയോ നദ്യശ്ച സപ്തൈവ കിട്ടിയോ? ശിവം യവയസം സുഭദ്രം ശാന്തം ക്ഷേമം അമൃതം അഭയം. 3 വാക്കാണ്. ക്ഷേമം അമൃതം അഭയം. ഇതി വർഷാണി തേഷു ഗിരയോ നദ്യശ്ച സപ്തൈവ അഭിജ്ഞാതാ.
4 മണികോടോ വജ്രകോട ഇന്ദ്രസേനോ ജ്യോതിഷ്മാൻ സുവർണോ ഹിരണ്യഷ്ഠീവോ മേഘമാല ഇതി സേതുശൈല അരുണ നൃമ്ണാംഗിരസി നൃമ്ണ നീട്ടുണ്ട് ആംഗിരസി നൃമ്ണ ആംഗിരസി എന്നാക്കണം കേട്ടോ. അത് ആംഗിരസി എന്ന് വായിക്കണം. സാവിത്രി സുപ്രഭാത ഋതംഭര സത്യംഭര ഇതി മഹാനദ്യ നദികളുടെ പേരാ. യാസാം ജലോപസ്പർശന വിധൂത രജ തമസോ രജസ്തമസോ സ ഉണ്ട് രജഹ തമസോ. ഇത് നിങ്ങളുടെ വായനയ്ക്ക് സൗകര്യം പോലെ നിങ്ങൾ സ വെട്ടിക്കളയാതെയോ ഇരിക്കാം. ജലോപസ്പർശന കഴിഞ്ഞ് ഇടണമെന്ന് മാത്രം. വിധൂത രജസ്തമസോ വിധൂത കഴിഞ്ഞിട്ടൊരു ഹംസ പതങ്കോർധ്വായന പതങ്കോർധ്വായന എന്നാക്കിയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഹംസ പതങ്ക എന്നൊന്നിച്ച് വായിച്ചാലും അതായിരിക്കും ഭംഗി. ഹംസ പതങ്കോർധ്വായന സത്യാംഗ സംജ്ഞാചത്വാരോ വന്നത് സംജ്ഞാശ്ചത്വാരോ സത്യാംഗ കഴിഞ്ഞിട്ടൊരു ഇട്ടു. സംജ്ഞാശ്ചത്വാരോ വർണ്ണ സഹസ്രായുഷോ വിബുധോപമ സന്ദർശന പ്രജനന സ്വർഗദ്വാരം ത്രയ്യാ വിദ്യയാ ഭഗവന്തം ത്രയീമയം സൂര്യം ആത്മാനം യജന്തേ. എല്ലാം കിട്ടിയോ? എല്ലാത്തിൻ്റെയും പേരൊക്കെ എല്ലാം അതുപോലെ തന്നെ വായിക്കണം കേട്ടോ. അത് ഈ ആദ്യം പറഞ്ഞ സേതുശൈല അരുണ നൃമ്ണ അതൊരു പേരാ. ആംഗിരസി നീട്ടുണ്ട് ആംഗിരസി എന്ന്, അതുകൊണ്ട് അങ്ങനെ തന്നെ വായിക്കും. നൃമ്ണ ആംഗിരസി. പിന്നെ 5 പ്രത്നസ്യ വിഷ്ണോ രൂപം യസ് ഋതസ്യ എന്നാണ്. സത്യസ്യ ഋത് തസ്യ. ഋതസ്യ സത്യസ്യ ഋതസ്യ. അപ്പോൾ അങ്ങനെ വരും. ഋത്തസ്യ എന്ന് വരും. അതങ്ങനെ ഒന്നും ഋവാണ് അവിടെ. സത്യസ്യ ഋത്തസ്യ കേട്ടോ. സത്യസ്യ ഋത്തസ്യ. വായിക്കാൻ സംശയിക്കേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്നുകൂടെ പറഞ്ഞു. സത്യഋത്തസ്യ അങ്ങനെ വായി. സത്യസ്യ ഋത്തസ്യ കിട്ടിയോ? സത്യസ്യ ഋത്തസ്യ. ഋതസ്യാന്നേ ഉള്ളൂ, പക്ഷേ സത്യസ്യ എന്ന് പറഞ്ഞാൽ ഉടനെ ആയതുകൊണ്ട് ഇത്തായതാ. സത്യസ്യ ഋതസ്യ ബ്രഹ്മണ അമൃതസ്യ ച മൃത്യോശ്ച സൂര്യമാത്മാനം ഈമഹി. സൂര്യമാത്മാനം ഈമഹി ഇതി. അതൊന്ന് എഴുതി വെച്ചോളൂ. സൂര്യമാത്മാനം ഈമഹി ഇതി. ഈമഹി ഇതിയാണ് ഈ മഹീതിയായത്. അപ്പോൾ സൂര്യമാത്മാനം ഈമഹി എന്ന് എഴുതിക്കോണം. സൂര്യമാത്മാനം അല്ല, ആത്മാനമില്ല. സൂര്യമാത്മാന ഈമഹി ഇതി. സൂര്യമാത്മാന ഈമഹി ഇതി. അപ്പോൾ ഈമഹി ഇതി ഈമഹീതിയായതാ. ഈമഹി ഇതി. സൂര്യമാത്മാനേ ഉള്ളൂ, ആത്മാനമില്ല. സൂര്യമാത്മാന ഈമഹി. ആത്മാനം എന്ന് പറയാം. ആത്മാനം ഈമഹി അത് തന്നെ. സൂര്യമാത്മാനം ഈമഹി ഇതി. അവിടെയാണ് ഈ ഇതി എന്നുള്ളിടത്താണ് ഈതി നായത്. അങ്ങനെ ഒന്നിച്ച് സൂര്യമാത്മാനം ഈമഹി ഇതി. ആ വാക്ക് എഴുതി വെക്കണം കേട്ടോ. അല്ലേ അത് വായിക്കാൻ ഇത്തിരി പാടാണ്. നമ്മളത് വായിക്കാമെന്ന് ഓർക്കും, പക്ഷേ ആ 2 മാ വരുമ്പോൾ എവിടെ നിർത്തണമെന്ന് അറിയാൻ മേലാതെ വരും. അതുകൊണ്ട് സൂര്യമാത്മാനം ഈമഹി ഇതി എന്ന് വായിച്ചോളുക. ഇനി തെറ്റുമോ? 6 പ്ലക്ഷാദിഷു പഞ്ചസു പുരുഷാണാം
ആയുരിന്ദ്രിയം ഓജ, ആയുർ ഇന്ദ്രിയം ഓജസ് എന്നുള്ള അർത്ഥത്തിലാണ് ഓജഹ. പുരുഷാണാം ആയുർ ഇന്ദ്രിയം ഓജ സഹോ ബലം ബുദ്ധിർ വിക്രമ ഇതി ച സർവേഷാം ഔത്പത്തികി സിദ്ധിർ അവിശേഷേണ വർത്തതേ. 7 പ്ലക്ഷ സ്വസമാനേന പ്ലക്ഷ സ്വസമാനേന കഴിഞ്ഞിട്ട് ഇക്ഷുരസോദേന സ്വസമാനേന നേന്ന് വേണ്ട, പിന്നെ ആ നേ അങ്ങോട്ട് സമാനേന ഇക്ഷുരസോദേന ആവൃതോ യഥാ തഥാ ദ്വീപോപി ശാൽമലോ ദ്വിഗുണവിശാലഃ സമാനേന സുരോദകേന സുരോദകം ഓരോ ലക്ഷദ്വീപം അങ്ങനെ ഓരോ ജലത്തോടു കൂടി അതെങ്ങനെ പറയുകയാണ് ഓരോന്നിൻ്റെ ഇക്ഷുരസ, പിന്നെ അത് സുരോദകേന മധ്യരസമുള്ള ജലം എന്നാണ്. സമുദ്രത്താൽ ആവൃത, സമുദ്രത്താൽ എന്നുള്ള സമാനേന സുരോദകേന എന്ന് പറഞ്ഞാൽ സുരോദകേന മധ്യരസമുള്ള. സുരപ്പായം എന്ന് പറയുന്നത് കേൾക്കാൻ പറ്റേ. സുരപ്പാനം എന്ന് പറഞ്ഞാൽ മദ്യമാണത്. സുരോദകേന ആവൃത പരിവൃക്തേ വൃക്തയാണ് വൃക്തേ പരിവൃക്തേ വൃക്തേന്ന അതങ്ങനെ തന്നെയാണ് ഉണ്ട് വൃക്തേ. 8 യത്ര വൈ ശാൽമലി പ്ലക്ഷായാമ അത് പ്ലക്ഷ എന്നുള്ള വൃക്ഷത്തോളം വലിപ്പമുള്ള യത്ര വൈ ശാൽമലി പ്ലക്ഷായാമ യസ്യാം വാക്കില നിലയമാഹുർഭഗവത ഛന്ദസ്തുത പതത്രിരാജസ്യ പക്ഷിരാജാവിൻ്റെ പതത്രിരാജസ്യ സാ ദ്വീപഹൂതയെ ഉപലക്ഷ്യത്തെ. ദ്വീപഹൂതയെ നീട്ടുണ്ട് ആഹു, ദ്വീപഹൂതയെ ദ്വീപിൻ്റെ പേരായിട്ട് ഉപലക്ഷ്യത്തെ. പിന്നെ 9 തദ്ദ്വീപാധിപതി പ്രിയവ്രതാത്മജോ യജ്ഞബാഹു സ്വസുതേഭ്യ സപ്തഭ്യ, പിന്നെ തന്നാമാനി വെട്ടിക്കളഞ്ഞരെ സപ്തഭ്യ, പിന്നെ എസ്തും കൂടെ കൂട്ടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. സപ്തഭ്യ തന്നാമാനി സപ്തവർഷാണി വ്യഭജത് എന്ന് പറഞ്ഞാൽ വിഭജിച്ചു കൊടുത്തു. 10 സുരോചനം സൗമനസ്യം രമണകം ദേവവർഷം പാരിഭദ്രം അപ്യായനം അവിജ്ഞാതം ഇതി. പാരിഭദ്രം എന്നാക്കുക, പിന്നെ ആപ്യായനം ഇതി. ആപ്യായനം എന്ന് നീട്ടുണ്ട് കേട്ടോ. പാരിഭദ്രം ആപ്യായനം അവിജ്ഞാതം ഇതി. കിട്ടിയല്ലോ. പിന്നെ 11 തേഷു വർഷാദ്രയോ നദ്യശ്ച സപ്തൈവാഭിജ്ഞാത ഒന്ന് ചോദിച്ചാൽ മതി ആ വാക്ക്. സ്വരസ ശതശൃംഗോ വാമദേവ കുന്ദോ മുകുന്ദ പുഷ്പവർഷ സഹസ്ര ശ്രുതിരിതി. അനുമതി സിനീവാലി സരസ്വതി കുഹു രജനി നന്ദ രാഗേതി. നദികൾ 7 പർവ്വതങ്ങളും ആ ഒരു ഖണ്ഡത്തേഷു ആ ഖണ്ഡത്തിൽ വർഷപർവ്വതങ്ങളും നദികളും
7 ഓരോന്നിലും. 12 തത് വർഷപുരുഷ ശ്രുതധര വീര്യധര ഓരോ വിഭാഗങ്ങളായിട്ടുള്ള ആൾക്കാരുടെ തത് വർഷപുരുഷ ശ്രുതധര വീര്യധര വസുന്ധര ഇഷന്ധര. അതാണ് വസുന്ധരേഷന്ധര എന്നായത്. വസുന്ധര എന്ന് നിങ്ങൾ വായിച്ചാൽ മതി. വസുന്ധര ഇഷന്ധര എന്ന് വായിക്കുക. ഇഷന്ധര എന്നാക്കുക. രേ എന്നുള്ളത് വെട്ടിയിട്ട് രാ ആക്കുക. വസുന്ധര എന്നാക്കിയിട്ട് പിന്നെ ഇഷന്ധര സംജ്ഞ പേരുള്ള ഭഗവന്തം വേദമയം സോമമാത്മാനം സോമം ചന്ദ്രനെ സോമം ആത്മാനം ആത്മാവിനായിട്ട് വേദേന യജന്തേ വേദമന്ത്രങ്ങൾ കൊണ്ട് യജിക്കുന്നു പൂജിക്കുന്നു. 13 സ്വഗോഭി പിതൃദേവേഭ്യോ വിഭജൻ കൃഷ്ണശുക്ലയോ പ്രജാനാം സർവാസാം രാജാന്ധസോമോ ന ആസ്തു ഇതി എന്ന് വന്നത് ആസ്തു ഇതി എന്നാണ്. ഇതൊന്നും തിരുത്താനൊന്നുമില്ല. സ്വഗോഭി പിതൃദേവേഭ്യോ വിഭജൻ കൃഷ്ണശുക്ലയോ പ്രജാനാം സർവാസാം രാജാന്ധ സോമോ ന ആസ്തു ഇതി സോമോ ന ആസ്തു ഇതി 14 അല്ലേ. ഏവം സുരോദാത് ബഹി അനുസവ വെട്ടിക്കളയുക. തദ്വിഗുണ ഇരട്ടി വലിപ്പമുള്ളതും സമാനേന ആവൃതോ കൃതോതേന യഥാപൂർവ കുശദ്വീപോ യസ്മിൻ കുശസ്തംഭോ ദേവകൃത വെട്ടിക്കളഞ്ഞേക്ക്. തദ്വീപാഖ്യാകരോ വെട്ടിക്കളയാൻ പറയുന്നതിനറിയോ? പെൻസിൽ കൊണ്ടേ വെട്ടാവുള്ളൂ. അത് കൂട്ടി വായിക്കാൻ പറ്റുമ്പം കൂട്ടി വായിക്കാം. സ്പീഡിൽ വായിച്ച് വരുമ്പോൾ നമ്മൾ അതൊക്കെ തന്നെ വന്നോളും. ഇപ്പോൾ വായിക്കാൻ പഠിക്കുമ്പോൾ അത് അങ്ങനെ ആക്കുക. ദേവകൃതസ്തദ്വീപാഖ്യാകരോ എന്ന് വായിക്കാൻ പറ്റുന്നവർ വായിക്കുക. അല്ലാത്തവർക്കത് ദേവകൃത ദ്വീപാഖ്യാകരോ എന്ന് തന്നെ വായിക്കുന്നതാണ് എളുപ്പം. ജ്വലന ഇവാപര സ്വഷഷ്പരോജിഷാം ദിശോ വിരാജയതി 15 തദ്വീപപതി പ്രയവ്രതോ രാജൻ ഹിരണ്യരേത നാമ സ്വം ദ്വീപം സപ്തഭ്യ സ്വപുത്രേഭ്യോ യഥാഭാഗം വിഭജ്യ സ്വയം തപാതിഷ്ഠത വസുദാന ദൃഢരുചി നാഭിഗുപ്ത സ്തുത്യവ്രത ഇതിനകത്ത് സ്തുത്യവ്രത എന്നാണ് എഴുതിയിരിക്കുന്നത്. വിവിക്ത വാമദേവ നാമഭ്യ സത്യവ്രത എന്നും ചില പുസ്തകങ്ങളിൽ കാണുന്നുണ്ട്. പ്രിയവ്രതൻ പോലെ സത്യവ്രതൻ. ഇത് സ്തുത്യവ്രതൻ എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. സ്വപുത്രേഭ്യ ആദിഷ്ട വസുദാന ദൃഢരുചി നാഭിഗുപ്ത സ്തുത്യവ്രത വിവിക്ത വാമദേവ നാമഭ്യ. എൻ്റെ പുത്രന്മാർ 7 പേർക്കായിക്കൊണ്ട് ദീപപതി പ്രിയവ്രതൻ്റെ പുത്രന്മാരാണ് ഹിരണ്യരേത സ്വം ദീപം തൻ്റെ ദീപത സ്വപുത്രേഭ്യ തൻ്റെ പുത്രന്മാർക്കായിട്ട് 7 പേർക്കായിക്കൊണ്ട്
സ്വപുത്രേഭ്യ അതങ്ങനെ തന്നെ നിങ്ങൾ വായിക്കും. നിങ്ങളുടെ പുസ്തകത്തിലുള്ളവർ സത്യവ്രത എന്നാണെങ്കിൽ സത്യവ്രത എന്ന് വായിച്ചാൽ മതി, സ്തുത്യവ്രത എന്നാണെങ്കിൽ സ്തുത്യവ്രത എന്ന് വായിക്കുക. സത്യവ്രതനാണത്. ആ പേര് നമ്മൾ പഠിച്ചതിനകത്താണേലും നേരത്തെ ഇതിനകത്തൊക്കെ ഉള്ളതിനകത്തും ഈ പ്രിയവ്രതൻ്റെ പുത്രനായിട്ട് പറയുന്നുള്ളൂ സത്യവ്രതൻ എന്ന് പറഞ്ഞ ഒരാളിനെ. അപ്പോൾ അതങ്ങനെ ആകാനാണ് സാധ്യത. സത്യവ്രത എന്നാണെങ്കിൽ തിരുത്താൻ പോകണ്ട, സത്യവ്രത എന്ന് വെച്ചാൽ സ്തുത്യവ്രത എന്നാണെങ്കിൽ അതും തിരുത്താൻ പോകണ്ട. പേരുകളെന്നേ ഉള്ളിത് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. 16 തേഷാം വർഷേഷു സീമാഗിരയോ നദ്യശ്ച അഭിജ്ഞാത നദ്യശ്ച അഭിജ്ഞാത നദ്യ ച അഭിജ്ഞാതാണ് നദ്യശ്ച അഭിജ്ഞാത സപ്ത ഏവ ചക്രശ്ചതുശൃംഗ കപില ചിത്രകൂടോ കപിലശ്ചിത്രകൂടോ എന്ന് വായിക്കാം. കപിലശ്ചിത്രകൂടോ ദേവാനീക ഊർധ്വരോമ ദ്രവിണ ഇതി രസകുല്യ മധുകുല്യ മിത്രവിന്ദ ശ്രുതവിന്ദ ദേവഗർഭ ഹൃദച്യുത മാല ഇതി മന്ത്രമാലേതി ഒന്ന് ചോദിച്ചാൽ മതി. മന്ത്രമാലേതി അതാണ് ഊർധ്വരോമ ദേവാനീകം കപിലം ചിത്രകൂടം ചതുശൃംഗം ഊർധ്വരോമാവ് ദ്രവിണം എന്നുള്ള പർവ്വതങ്ങളുടെ പേര്. രസകുല്യ മധുകുല്യ മിത്രവിന്ദ ശ്രുതവിന്ദ ദേവഗർഭ ഹൃദച്യുത മന്ത്രമാല എന്ന നദിയുടെ പേരുകളും അത്രയേ ഉള്ളൂ. യാസാം പയോഭി കുശദ്വീപ് ഔകസ കുശല കോവിദാഭിയുക്ത കോവിദന്മാർ അഭിയുക്ത കുളക സജ്ഞ ഭഗവന്തം ജാതവേദസ്വരൂപിണം ജാതവേദം അഗ്നിസ്വരൂപം ജാതവേദസ്വരൂപിണം കർമ്മകൗശലേന യജന്തേ. കുശദ്വീപവാസികൾക്ക് ഒരു പേര്, ഓരോ ദ്വീപിനകത്ത് ആൾക്കാരെക്കുറിച്ച് നമ്മൾ ഭാരതത്തിലുള്ളവരെ ഭാരതീയരെന്നും കേരളത്തിലുള്ളവരെ കേരളീയരെന്നും പറയുന്ന പോലെ കുശദ്വീപന്മാർ, കോവിദന്മാർ, അഭിയുക്തന്മാർ, അത് അഭിയുക്ത എന്ന വാക്ക്. കോവിദ അഭിയുക്ത കുളക സജ്ഞ കുളകന്മാർ അങ്ങനത്തെയുള്ള ജാതികൾ അഗ്നിസ്വരൂപനായിരിക്കുന്ന ഭഗവാനെയാണ് യജ്ഞകർമ്മത്തിൽ യജിക്കുന്നത് യജന്തേ യജിക്കുന്നത്. 18 പരസ്യ ബ്രഹ്മണ സാക്ഷാത് ജാതവേദോസി ഹവ്യവാട് ദേവാനാം പുരുഷാംഗാനാം യജ്ഞേന പുരുഷം യജേതി. അതൊരു ശ്ലോകമാണ്. പരസ്യ ബ്രഹ്മണ സാക്ഷാത് ജാതവേദോസി ഹവ്യവാട് ദേവാനാം പുരുഷാംഗാനാം യജ്ഞേന പുരുഷം യജേതി. 19 തഥാ ച ഘൃതോദാത് ബഹി ക്രൗഞ്ചദ്വീപോ ദ്വിഗുണസമാനേന ക്ഷീരോദേന പരിത ഉപക്ലുപ്തോ വൃതോ യഥാ കുശദ്വീപോ ഘൃതോദേന യസ്മിൻ ക്രൗഞ്ചോ നാമ പർവ്വതരാജോ ദ്വീപ നാമ നിവർത്തക ആസ്തേ. തഥാ ച ഘൃതോദാത് ബഹി ക്രൗഞ്ചദ്വീപോ ദ്വിഗുണ സമാനേന ക്ഷീരോദേന പരിത ഉപക്ലുപ്തോ വൃതോ യഥാ കുശദ്വീപോ ഘൃതോദേന യസ്മിൻ ക്രൗഞ്ചോ നാമ പർവ്വതരാജോ ദ്വീപ നാമ നിവർത്തക ആസ്തേ. ദ്വീപിൻ്റെ പേരിനെ നിവർത്തിക്കുന്നവൻ, അത് ഉണ്ടാക്കുന്നവൻ. സമുദ്രത്തിൽ ക്രൗഞ്ചം എന്ന ദ്വീപം കിടക്കുന്നു. സമുദ്രത്തിലാണല്ലോ ദ്വീപുകൾ ഉണ്ടാകുന്നത്. അതൊക്കെ എങ്ങനെ പറഞ്ഞു പോവുക. 20 യോസൗ ഗുഹ പ്രഹരണോന്മഥിത നിതംബ കുഞ്ചോപി ഗുഹ പ്രഹരണ ഉന്മഥിത
യോസൗ ഗുഹപ്രഹരണ ഉന്മഥിത കൊമ നിതംബകുഞ്ചോപി ക്ഷീരോദേന ആസിച്യമാന ആസിച്യമാനോ അങ്ങനെ വായിച്ച ക്ഷീരോദേന ആസിച്യമാനോ ആന്ന് നീട്ടണം കേട്ടോ. ക്ഷീരോദേന ആസിച്യമാനോ ഭഗവത വരുണേന അഭിഗുപ്തോ വിഭയോ ബഭൂവ. അഭിഗുപ്തോ വരുണേന അഭിഗുപ്തോ എന്ന് ചോദിച്ചാൽ മതി. ഭഗവത വരുണേന അഭിഗുപ്തോ വിഭയോ ബഭൂവ. ഹരി ഓം.